പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വചനഭാഗം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വചനഭാഗത്ത് യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടി ഏൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമരം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുത്തപ്പോൾ സർപ്പം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. സർപ്പം വന്ന് സർപ്പദംശനമേറ്റവരെല്ലാം മരിച്ചു വീഴുമ്പോൾ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ചെയ്തത്. മോശയോട് ദൈവം പറയുകയാണ്, നീ താമ്രം കൊണ്ടൊരു സർപ്പമുണ്ടാക്കി അതിനെ ഉയർത്തുക, അതിനെ നോക്കുന്നവർ പാമ്പിന്റെ ദംശനത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും. ഇവിടെ അടുത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാക്കുന്നു. മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത് എന്തിനാണ്? മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം ആകേണ്ടതിനാണ് മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത്. മനുഷ്യന്റെ പാപം മുഴുവനും യേശു കർത്താവിന്റെ കാൽവരിയിലെ ക്രൂശിത മരണത്തിൽ, യേശുവിന്റെ ക്രൂശിത മരണമാണ് നമ്മളെ എല്ലാവരെയും രക്ഷയിലേക്ക് നോക്കിയത്. ബൈബിൾ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവരാരും ലജ്ജിച്ചു പോയതുമില്ല. ക്രൂശിൽ ഉയർത്തപ്പെട്ടവനായ ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കണം. നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന് 3.5 വർഷക്കാലം പരസ്യമായി ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ശിഷ്യന്മാരെയും ചേർത്ത് അവരിലൂടെ ദൈവപ്രവൃത്തി നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ചു. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. അവസാന പെസഹായിൽ അവരെ കൂട്ടിക്കൊണ്ടുപോകുകയും പെസഹ ഭക്ഷണം കഴിഞ്ഞ ശേഷം യേശു അപ്പമെടുത്ത് ഞുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുവാൻ ഇടവന്നു. എന്നിട്ട് യേശു പറയുകയാണ്, ഇതെന്റെ ശരീരം, നിങ്ങൾ ഓർമ്മയ്ക്കായി, എന്റെ ഓർമ്മയ്ക്കായി ഭക്ഷിക്കണം. ഇതെന്റെ രക്തം, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി കുടിക്കണം. കാൽവരിയിൽ മരിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് പറഞ്ഞ തിരുവെഴുത്ത പ്രിയമുള്ളവരെ, ഈ തിരുവെഴുത്ത് പ്രകാരമാണ് യേശു കർത്താവ് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലേക്ക് നടന്നു കയറുകയാണ് ചെയ്തത്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നുകൊണ്ട്, അവന്റെ മുറിവുകളാൽ നമുക്ക് വിടുതൽ തന്നുകൊണ്ട്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി പിടഞ്ഞ് അവന്റെ ശരീരം കീറപ്പെട്ട് ഉഴവുചാലുപോലെ തന്റെ ശരീരം ചാട്ടവാറുകൊണ്ടടിച്ച് അതിലൂടെ ഒഴുകപ്പെട്ട രക്തം പുതിയ നിയമത്തിന്റെ ഉടമ്പടിയായി ദൈവ മനുഷ്യനെ പാപത്തിന്റെ കറയിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുയേശുവിലേക്ക് ചേർക്കേണ്ടതിനാണ്
യേശു കാൽവരി ക്രൂശിൽ ഉയർത്തിയത്. അന്ന് മോശെ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ ആളുകൾ നോക്കി ആ പാമ്പിന്റെ ദംശനത്തിൽ നിന്ന് രക്ഷ നേടിയെങ്കിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷയ്ക്കായി രക്ഷകനായ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച ആ ക്രിസ്തുവിലേക്ക് നമ്മൾ എല്ലാവരും നോക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താഴോട്ട് പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കേണ്ടതിന് ദൈവം പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ ആ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും വിശ്വസിക്കാത്തവൻ വിശ്വസിക്കായിക മൂലം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കി ദൈവിക പ്രകാശവും ദൈവിക അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ഈ പ്രഭാതം നമുക്ക് ഒരുക്കി തരുന്നെങ്കിൽ നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമമഹത്വത്തിനായി ഞങ്ങളെ നീ ചേർത്തെങ്കിൽ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട കർത്താവിന്റെ ആ ക്രൂശിത മരണത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ പാപമോചനവും രക്ഷയും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഒരുക്കിയെങ്കിൽ അവിടുത്തെ മഹത്വം എല്ലാ ദൈവമക്കളുടെ മേലും പകരപ്പെടുവാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.